ഹായ്, എല്ലാവരും റീനീറ്റ് പ്രിപ്പറേഷനിലായിരിക്കും. കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്റർ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യത്തിലൂടെയും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സോ ആദ്യത്തെ ചോദ്യം, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആസ് ഫോളോസ്. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ റേറ്റ് അവർ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇത് റേറ്റ് എക്സ്പ്രഷൻ ആണ്. ഹാഫ് ഇൻറ്റു ഡി സി ബൈ ഡി ടി തന്നിട്ടുണ്ട്, 1/3 ഇൻറ്റു ഡി ഡി ബൈ ഡി ടി ഉണ്ട്, -1/4 ഇൻറ്റു ഡി എ ബൈ ഡി ടി ഉണ്ട്, മൈനസ് ഡി ബി ബൈ ഡി ടി ഉണ്ട്. റിയാക്ഷൻ ഈസ്, അപ്പോൾ റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം ഇത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഡി എന്നുള്ളത് വന്നിട്ടുള്ളത്. ഇവിടെ മൈനസ് വരുന്നതാണ് റിയാക്റ്റന്റ് വരിക. കാരണം എന്താണ്? ഒരു റിയാക്ഷനിൽ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ സമയത്തിനനുസരിച്ച് കുറയുകയും പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ സമയത്തിനനുസരിച്ച് കൂടുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നെഗറ്റീവ് വന്നിട്ടുള്ള എയും അതുപോലെ ബിയുമാണ് എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും, റിയാക്റ്റന്റ് എന്ന് പറയാൻ പറ്റും. ഇനി അവരുടെ ഡിനോമിനേറ്ററിൽ എന്ത് നമ്പർ ആണോ വന്നത് ആ നമ്പറിനെ നമ്മൾ റിയാക്ഷന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വെക്കണം, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി എയും അതുപോലെ ബിയും എന്താണ്, റിയാക്റ്റന്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സിയും ഡിയും അവർക്ക് പോസിറ്റീവ് ആണുള്ളത്. ആ സിയും ഡിയും എന്തായിരിക്കും, പ്രൊഡക്റ്റ് ആയിരിക്കും. കഴിഞ്ഞില്ല, എയുടെ കോഎഫിഷ്യന്റ് എന്താണ് എന്നെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇവിടെ എന്ത് വെച്ചാണോ ഡിവൈഡ് ചെയ്തത് ആ നമ്പർ ആയിരിക്കും കോഎഫിഷ്യന്റ്. ഇവിടെ 4 വെച്ചാണ് ഡിവൈഡ് ചെയ്തത്, അപ്പോൾ നമുക്ക് 4a എന്ന് എഴുതാം. ബി, ഡി ബി ബൈ ഡി ടിയെ നമ്മൾ ഡിവൈഡ് ചെയ്തത് 1 വെച്ചിട്ട് തന്നെയാണ്, അപ്പം ബി എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. സിയെ നമ്മൾ 2 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തത്, അതുകൊണ്ട് ഇവിടെ 2 എന്ന് കൊടുക്കാം. ഡിയെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പം നമുക്ക് 3 എന്ന് കൊടുക്കാം. സോ 4a പ്ലസ് ബി ഗീവ്സ് 2c പ്ലസ് 3d. ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഏത് ആൻസർ എഴുതാം? ഓപ്ഷൻ 1 ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫോർ ആൻ എലമെന്ററി റിയാക്ഷൻ 2a പ്ലസ് ബി ഗീവ്സ് a 2b. ഒരു എലമെന്ററി റിയാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു എലമെന്ററി റിയാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ വോളിയം ഓഫ് വെസൽ ഈസ് ക്വിക്ലി റെഡ്യൂസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം ദെൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ. അപ്പോൾ ഒരു എലമെന്ററി റിയാക്ഷൻ ആണെങ്കിൽ അവിടുത്തെ നമുക്കറിയാം ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റിയാക്റ്റന്റുകളുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ എലമെന്ററി റിയാക്ഷൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എ. അതിന് വിത്ത് റെസ്പെക്ട് ടു ആയിട്ടുള്ള ഓർഡർ എന്ത് തന്നെ കൊടുക്കാം? എലമെന്ററി റിയാക്ഷൻ ആയതുകൊണ്ട് അവിടുത്തെ കോഎഫിഷ്യന്റ് തന്നെ കൊടുക്കാം. കഴിഞ്ഞില്ല, ഒരു റിയാക്ടന്റ് കൂടി ഉണ്ട്, അതാരാണ്? ബി. അയാളുടെ കോഎഫിഷ്യന്റ് 1 എന്നും കൊടുക്കാം. ബിക്കോസ് ഇവിടെ 1b ആണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എഴുതാൻ കാരണം എലമെന്ററി റിയാക്ഷൻ ആയതുകൊണ്ടാണ്. ഇനി ശ്രദ്ധിക്കുക, ഇഫ് ദ വോളിയം ഓഫ് വെസൽ ഈസ് ക്വിക്ലി റെഡ്യൂസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം ദെൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ. നമുക്കറിയാം കോൺസെൻട്രേഷനും വോളിയവും എന്താണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ വോളിയത്തിന് എന്ത് ചേഞ്ച് ഉണ്ടാവോ അതിന്റെ ഇൻവേഴ്സ് ചേഞ്ച് ആണ് ആർക്ക് ഉണ്ടാവുക? കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ വോളിയം ഓഫ് വെസൽ ഹാഫ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺസെൻട്രേഷൻ എന്താവും? ഡബിൾ ആവും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം വോളിയം ഹാഫ് ആയാൽ കോൺസെൻട്രേഷൻ ഡബിൾസ്. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താ സംഭവിക്കുക? അപ്പോൾ പുതിയ റേറ്റിന് ഞാൻ ആർ ഡാഷ് എന്ന് വിളിക്കുകയാണ്. റേറ്റ് കോൺസ്റ്റന്റ് കെക്ക് ടെമ്പറേച്ചർ മാറാത്തിടത്തോളം എന്തില്ല? മാറ്റമില്ല. വോളിയം ഹാഫ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ഡബിൾ ആവും. എക്ക് പകരം നമുക്ക് ഇപ്പം കോൺസെൻട്രേഷൻ 2a എന്ന് കൊടുക്കാം, ഹോൾ സ്ക്വയർ കൊടുത്തു. ബിക്ക് പകരം എന്ത് കൊടുക്കാം? 2b എന്ന് കൊടുക്കാം, ഹോൾ റേസ് ടു 1 എന്ന് വന്നു. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ 2 സ്ക്വയർ 4 വരും, ഇവിടെ 2 വരും. അപ്പൊ 4 into 2 എന്താ വരിക? ഇവിടെ നിന്ന് 8 എന്ന് നമുക്ക് കിട്ടും. ബാക്കിയുള്ളത് k ഇൻറ്റു a റേസ് ടു 2 ഇൻറ്റു എന്ത് എന്ന് വരും? b റേസ് ടു 1 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? k ഇൻറ്റു എ റേസ് ടു 2 ഇൻറ്റു ബി റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് ഇനീഷ്യൽ റേറ്റ് തന്നെയാണ്. അപ്പോൾ ആർ ഡാഷ് പുതിയ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ടൈംസ് ഓഫ് ന്യൂ അല്ലെങ്കിൽ 8 ടൈംസ് ഓഫ് ഓൾഡ് റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് 8 ടൈം എന്നുള്ളതിലേക്ക് നമുക്ക് ഓപ്ഷൻ 3 ആണ് മാർക്ക് ചെയ്യാൻ പറ്റുക. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അവർ ഡയറക്റ്റ് കോൺസെൻട്രേഷൻ ഡബിൾ ആക്കുന്നു, ട്രിപ്പിൾ ആക്കുന്നു എന്ന് പറയുന്നതിന് പകരം വോളിയം വെച്ചിട്ടും പറയാം. ഇപ്പൊ വോളിയം 1/3 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എന്താക്കാം?
3 ടൈം ആക്കാം. ഓക്കെ, 1/4 വോളിയം ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്താക്കാം, 4 ടൈം ആക്കാം. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഗ്രാഫ് ഗിവൺ ബിലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഡസ് നോട്ട് ഷോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് 40th സെക്കൻഡ്. അപ്പൊ നോക്കാം, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ 40ാമത്തെ സെക്കൻഡിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്താണ്, നമ്മൾക്കറിയാം, ഒരു പോയിന്റിൽ 40th സെക്കൻഡിലാണ് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, 40th സെക്കൻഡിലത്തേതാണ് ചോദിച്ചത്. അപ്പൊ 40th സെക്കൻഡിൽ നിന്ന് നിങ്ങൾ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു. ആ പോയിന്റിന് നിങ്ങൾ എന്ത് കൊടുക്കുന്നു, ടാൻജന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ 40ാമത്തെ സെക്കൻഡിൽ നിന്ന് മുകളിലേക്ക് പ്ലോട്ട് ചെയ്തപ്പോൾ തട്ടിയ ഈ പോയിന്റിലേക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ചോദ്യത്തിൽ ഓൾറെഡി ടാൻജന്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണോ അതായിരിക്കും ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ നമുക്ക് ഓപ്ഷനുകൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷന് V5 മൈനസ് V2 ബൈ 50 മൈനസ് 30. അപ്പൊ നമുക്ക് നോക്കാം, ഇതാണ് ടാൻജന്റ്. നോക്കിക്കോ, V5 ടാൻജന്റിൽ മുട്ടുന്ന പൊസിഷൻ ഇവിടെയാണ്. അതെവിടെ വന്നിരിക്കുന്നു, 50 ആണ്. V5ക്ക് 50 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എക്സ് ആക്സിസിൽ. ഇനി അത് കഴിഞ്ഞിട്ട് V2ന് എന്തുണ്ട്, നിങ്ങൾ നോക്കുക, ടാൻജന്റിലേക്ക് ഇടിക്കുന്നത് എവിടെയാണ്, ഇതാണ് ടാൻജന്റ് ഇടിക്കുന്നത് 30യിലേക്കാണ്. അപ്പം V5 മൈനസ് V2 എന്ന് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആക്സിസ് വാല്യൂ എന്താ വരിക, 50 മൈനസ് എന്ത് എന്ന് തന്നെ വരും, 30 എന്ന് തന്നെ വരും. കറക്റ്റ് ആണ്. ഓക്കെ, സോ അത് ഉറപ്പായിട്ടും എന്താണ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഈ രീതിയിൽ നമ്മൾ നോക്കണം. ഇനി V4 V2 ആണ് അവർ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ടാൻജന്റ്, ശരിയല്ലേ, ഇതാണ് ടാൻജന്റ്. V4 ടാൻജന്റിൽ മുട്ടുന്ന പോയിന്റ് ഇതാണ് ടാൻജന്റ്. ആ V4 മുട്ടുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് നോക്കുമ്പം അത് 50 അല്ല വരുന്നത്, 50യിൽ താഴെയുള്ള ഒരു വാല്യൂ ആണ് വരുന്നത്. V2 ആണ് അടുത്തത്. V2 ടാൻജന്റിൽ മുട്ടുന്നതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. അവർ ഓപ്ഷനിൽ തന്നത് V4 മൈനസ് V2. V4ന് കറസ്പോണ്ടിങ് 50 ആണ് തന്നത്. 50 വരില്ല, കാരണം V4 ഹിറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഓൺ ടാൻജന്റ് കറസ്പോണ്ട് ചെയ്യുന്ന എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 50യിൽ താഴെയുള്ള ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ പറയുന്ന ഓപ്ഷൻ ബി എന്തല്ല, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ആൻസർ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കൂ, V3 V2 ആണ് അവരെടുത്തത്. അടുത്ത ഓപ്ഷനിൽ നോക്കണേ, അടുത്ത ഓപ്ഷൻ നോക്കുക, V3 മൈനസ് V2. അപ്പൊ V3 ചെന്ന് ടാൻജന്റിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ എക്സ് ആക്സിസ് 40. V2 പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെത് 30. അപ്പൊ നോക്കൂ, V3 മൈനസ് V2ന് 40 മൈനസ് 30 അല്ലേ വന്നത്, കറക്റ്റ്. ഇനി V3 മൈനസ് V1, V3ക്ക് നമ്മൾ കണ്ടു 40. V1 ടാൻജന്റിൽ ഹിറ്റ് ചെയ്യുന്നത് എവിടെ, 20. അതാണോ വന്നത്, നോക്കൂ, V3 40 V1 20, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലാതെ, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലാത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ആ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എ റിയാക്ഷൻ 2A plus B gives A to B. Reactant A will disappear at എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷനുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ഹാഫ് ദ റേറ്റ് ദാറ്റ് ബി വിൽ ഡിക്രീസ്, ട്വൈസ് ദ റേറ്റ് ദാറ്റ് ബി വിൽ ഡിക്രീസ്, സെയിം റേറ്റ് ദാറ്റ് ബി വിൽ ഡിക്രീസ്, സെയിം റേറ്റ് ദാറ്റ് A to B വിൽ ഫോം. ശരി, അപ്പൊ നമുക്ക് ഇവരുടെ റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, വിത്ത് റെസ്പെക്ട് ടു എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -1/2 ഇൻറ്റു dA/dt എന്ന് കൊടുക്കാം. വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് -dB/dt എന്ന് കൊടുക്കാം. ആദ്യം നമുക്ക് എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യാം, കാരണം 3 ഓപ്ഷനും ബി വെച്ചിട്ടാണ് എയെ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് A to Bയിലേക്ക് പോവാം. റൈറ്റ്, ഇനി നമുക്ക് നോക്കാം, റിയാക്ടന്റ് എ വിൽ ഡിസപ്പിയർ അറ്റ്. അപ്പൊ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിംപ്ലി -dA/dt ആണ്, ശരിയല്ലേ. സോ അവര് ചോദിച്ചിരിക്കുന്നത് -dA/dt കുറിച്ചാണ്. അതാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. ഹാഫ് ദ റേറ്റ് ദാറ്റ് ബി വിൽ ഡിക്രീസ് വിത്ത് റെസ്പെക്ട് ടു ബി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് -dA/dt കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഈ 2 എങ്ങോട്ടേക്ക് പോകണം, ന്യൂമറേറ്ററിലേക്ക് പോകണം. അപ്പൊ ആ 2 മേലേക്ക് പോകുമ്പോൾ എന്ത് വരും, 2 × -dB/dt.
ഇനി നിങ്ങൾ പറയാ എന്താണ് മൈനസ് ഡി എ ബൈ ഡി ടി? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. എന്താണ് മൈനസ് ഡി ബി ബൈ ഡി ടി? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. അപ്പൊ പറ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. അപ്പൊ പറഞ്ഞോ റിയാക്ടന്റ് എ വിൽ ഡിസപ്പിയർ അറ്റ് എന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും? ട്വൈസ് ദ റേറ്റ് ദാറ്റ് ബി വിൽ ഡിക്രീസ് എന്ന് പറയാൻ പറ്റും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരും. ഓക്കെ, ഓപ്ഷൻ 2 ആണ് വരിക. ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആർ സെയിം ഫോർ. അത് ഏത് റിയാക്ഷൻ ആണ്? നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷനും റേറ്റ് കോൺസ്റ്റന്റും സെയിം ആവുന്നത്. റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് റേറ്റിന്റെ യൂണിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു നമുക്ക് എന്ത് എന്ന് കൊടുക്കാൻ പറ്റും? ഈ പറയുന്ന മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 മൈനസ് എൻ എന്ത് എന്ന് കൊടുക്കാം? സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് നമുക്ക് കൊടുക്കാം. ശരിയല്ലേ? ഇനി നിങ്ങൾ പറയാം ഇത് എപ്പോഴാണ് ഈക്വൽ ആവുക? ഇത് എപ്പോഴാണ് റേറ്റും റേറ്റ് കോൺസ്റ്റന്റും ഈക്വൽ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ സെക്കൻഡ് ഇൻവേഴ്സ് അങ്ങനെ തന്നെയാണ് വരുന്നത്. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെയിം ആകണം. അതായത് ഇവിടെ മോൾ ലിറ്റർ ഇൻവേഴ്സിന്റെ പവർ എന്താ വന്നത്? 1. ഇവിടെ 1 വരണമെങ്കിൽ n എന്താകണം? 0 ആയി പോകണം. അപ്പൊ നിങ്ങൾ പറഞ്ഞോ n is equal to 0 വരുമ്പോൾ കെയുടെ യൂണിറ്റ് എന്താ വരിക? മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 മൈനസ് 0. 1 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. അതായത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. സോ അത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് വരിക? 0 ഓർഡർ റിയാക്ഷൻ ആണ് വരിക. ഇനി നിങ്ങൾ പറയാം n is equal to 1 ആണെങ്കിൽ എന്താണ് കെയുടെ യൂണിറ്റ്? പറഞ്ഞോളൂ. n പകരം 1 കൊടുക്കുക. n പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് 1 0 വരും. അപ്പൊ ഈ ടേം അങ്ങ് പോവും. അപ്പൊ എന്താ കിട്ടുക? ടൈം ഇൻവേഴ്സ് അല്ലെങ്കിൽ എന്ത് എന്ന് കിട്ടും? സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇനി n is equal to 2 ആണ് വരുന്നതെങ്കിൽ കെയുടെ യൂണിറ്റ് എന്താ വരിക? മോള് ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 മൈനസ് 2 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. 1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? -1 ആണ്. അപ്പൊ എന്ത് വരും? മോള് ഇൻവേഴ്സ് ലിറ്റർ റേസ് ടു 1 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. ഈ രീതിയിൽ നമുക്ക് ഓരോ ഓർഡറിന്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റും റേറ്റിന്റെ യൂണിറ്റും സെയിം ആയിട്ട് വരുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് എന്ന് പഠിച്ചു വെക്കുക. 0 ഓർഡർ റിയാക്ഷൻ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തൊരു ചോദ്യം. Examine the statements carefully and mark the correct answer according to instruction given below. Statement 1, molecularity has no meaning for a complex reaction. അപ്പോൾ ഒരു മോളിക്കുലാരിറ്റി അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മോളിക്കുലാരിറ്റി ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് എന്താണ്? റിയാക്ടന്റ് മോളിക്യൂൾ ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ വിച്ച് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി ടു ഫോം എ പ്രൊഡക്റ്റ്. അല്ലേ? അപ്പൊ മോളിക്കുലാരിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ എവിടെയാണ്? എലമെന്ററി റിയാക്ഷനിലാണ്. മോളിക്കുലാരിറ്റി ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് അൺഡിഫൈൻഡ് ആണ്. ഇറ്റ് ഹാസ് നോ മീനിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇനി എന്താണ് എലമെന്ററി റിയാക്ഷൻ, കോംപ്ലക്സ് റിയാക്ഷൻ? എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിച്ച് കംപ്ലീറ്റ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വിച്ച് കംപ്ലീറ്റ് മോർ ദാൻ അല്ലെങ്കിൽ വിച്ച് ടേക്ക് മോർ ദാൻ 1 സ്റ്റെപ്പ്. മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനുകളെയാണ് നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ആ കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിലധികം സ്റ്റെപ്പ് ഉണ്ടാവും. ആ ഓരോ സ്റ്റെപ്പിലും നമുക്ക് മോളിക്കുലാരിറ്റി പറയാൻ പറ്റും. ഓക്കെ, ഓരോ സ്റ്റെപ്പുകളും എലമെന്ററി സ്റ്റെപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നുകൂടി പറയട്ടെ. കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആകുന്ന റിയാക്ഷൻ. അതിലെ ഓരോ സ്റ്റെപ്പിലും 1, 2, 3 മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ ഓരോ സ്റ്റെപ്പിനും എന്തുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും? മോളിക്കുലാരിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മളോട് ചോദിക്കുന്നു വാട്ട് ഈസ് ദ ടോട്ടൽ മോളിക്കുലാരിറ്റി ഓഫ് ദ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എന്താണ്? ഇറ്റ് ഹാസ് നോ മീനിങ് എന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫോർ എ കോംപ്ലക്സ് റിയാക്ഷൻ മോളിക്കുലാരിറ്റി ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അത് തെറ്റാണ്. ഓക്കെ, മോളിക്കുലാരിറ്റി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റെപ്പാണ്? യെസ്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലോ സ്റ്റെപ്പാണ്. സ്ലോ സ്റ്റെപ്പിന് മാത്രമല്ല മോളിക്കുലാരിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പുകൾക്കും മോളിക്കുലാരിറ്റി ഉണ്ട്. ഓരോ സ്റ്റെപ്പിനും അല്ലെ, ഓരോ എലമെന്ററി സ്റ്റെപ്പുകൾക്കും എന്തുണ്ട്? മോളിക്കുലാരിറ്റി ഉണ്ട്. പക്ഷെ ഓവറോൾ മോളിക്കുലാരിറ്റി ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ എന്തില്ല? മീനിങ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ മോളിക്കുലാരിറ്റി ഈസ് ഡിഫൈൻഡ്
ഓൺലി ഫോർ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. സോ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ഓപ്ഷൻ 3യിലേക്കാണ് പോവുക. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തൊരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ക്യാൻ ഹാവ് ഫ്രാക്ഷണൽ വാല്യൂ. അതെ, ഓർഡറിന് 0 ആകാം, ഓർഡർ ഫ്രാക്ഷൻ ആകാം, ഇൻറ്റിജർ ആകാം, അല്ലെ? ഓർഡർ അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡർ സംടൈംസ് ഇറ്റ് മേ ഓൾസോ ബി നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സം റിയാക്ടന്റ്. ചിലപ്പോൾ ഓർഡർ ഒക്കെ എന്തായിട്ട് വരാൻ പറ്റും? നെഗറ്റീവ് ഓർഡർ ആയിട്ടും വരുന്നത് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫോർ ആൻ എലമെന്ററി റിയാക്ഷൻ, അതായത് സിംഗിൾ സ്റ്റെപ്പിലുള്ള റിയാക്ഷൻ, പാർഷ്യൽ ഓർഡർ ആർ ഡിറ്റർമിൻഡ് ബൈ റിയാക്ഷൻ സ്റ്റോയിഷ്യോമെട്രി. അതെ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടു 2a + b ഗീവ്സ് പ്രൊഡക്റ്റ്. ഇത് എലമെന്ററി റിയാക്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ റേറ്റിലോ നമുക്ക് എഴുതാം r = k × a⁻2 × b⁻1. എപ്പോ ഇത് എലമെന്ററി റിയാക്ഷൻ ആണെങ്കിൽ. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഈ 2 തന്നെയാണ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു a, 1 തന്നെയാണ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു b എന്ന് പറയാം. അപ്പോൾ പാർഷ്യൽ ഓർഡേഴ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ റിയാക്ഷൻ സ്റ്റോയിഷ്യോമെട്രി, നോട്ട് ഓൾവേസ് ബട്ട് ഫോർ എലമെന്ററി റിയാക്ഷൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല, അത് ശരിയാണ്. സോ എന്താണ്, രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നുമല്ല. സോ ഏതാ നമുക്ക് എടുക്കുക? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഓപ്ഷൻ 2 നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, ഫോർ എ റിയാക്ഷൻ a + b ഗീവ്സ് പ്രൊഡക്റ്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ വാസ് ഡബിൾഡ് വെൻ കോൺസെൻട്രേഷൻ ഓഫ് a വാസ് ഡബിൾഡ്. അപ്പോൾ നോക്കുക, ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ടും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിട്ടുണ്ട്? ഡബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ ഡബിൾ ആയപ്പോൾ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം റേറ്റ് എന്തായി എന്ന് നമ്മൾ എഴുതുക. റേറ്റ് ഡബിൾ ആയി, അപ്പൊ 2 = 2 എന്ന് കൊടുക്കുക. വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ വാസ് ഡബിൾഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഈ പറയുന്ന ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ ആദ്യം അങ്ങോട്ട് എഴുതാം. ഒരു എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ റേറ്റ് ലോ എക്സ്പ്രഷൻ k × a⁻x × b⁻2 എന്ത് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും? y എന്ന് കൊടുക്കാൻ പറ്റും. അവസാനം ചോദിച്ചിരിക്കുന്നത് ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു a ആൻഡ് b. അതായത് x ആണ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു a, y ആണ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു b. എക്സും വൈയും ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്രേസിലേക്ക് വരിക. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ ആയി, അപ്പം ഞാൻ ഈ റേറ്റിന് പകരം 2 എന്ന് കൊടുക്കും. വെൻ കോൺസെൻട്രേഷൻ ഓഫ് എ വാസ് ഡബിൾഡ്. ഇനി ഞാൻ കെയെ കുറിച്ചോ ബിയെ കുറിച്ചോ ഈ സ്റ്റേറ്റ്മെന്റിൽ ബോധേഡ് അല്ല. ഞാൻ ആരെക്കുറിച്ച് മാത്രമേ ബോധേഡ് ആയിട്ടുള്ളൂ? എയെ കുറിച്ച്. എ എന്തായി എന്നാ പറഞ്ഞത്? ഡബിൾ ആയി. അപ്പൊ ആ നമ്പർ ഞാൻ എക്ക് പകരം കൊടുക്കുക. 2 എന്തുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കെയും ഇല്ല ബിയും ഇല്ല. അപ്പൊ പിന്നെ 2 ബാക്കി എന്താ ഉള്ളത്? എക്സ്. 2 അപ്പൊ പറഞ്ഞോ, 2 x ഈക്വൽ ആകണമെങ്കിൽ നമുക്കറിയാം എക്സ് എന്താണ്? 1 ആയിരിക്കണം. സോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ഈസ് 1. അപ്പോൾ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ 1 അല്ലാത്ത ഓപ്ഷനുകൾ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, വെൻ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി വേർ ഡബിൾഡ്, റേറ്റ് വാസ് അഗെയിൻ ഡബിൾഡ്. അപ്പൊ നോക്കൂ, അതാ ഇതിപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ കാര്യങ്ങൾ ഇവിടെ എഴുതാം. വെൻ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾഡ്, റേറ്റ് അഗെയിൻ ഡബിൾഡ്. അപ്പൊ റേറ്റ് അഗെയിൻ ഡബിൾഡ് എന്ന് പറയുമ്പോൾ റേറ്റിന് പകരം ഞാൻ 2 എന്ന് കൊടുക്കും. ഇപ്പൊ എയും ഡബിൾ ആയി, എക്ക് പകരം 2 ബിയും ഡബിൾ ആയി, ബിക്ക് പകരം 2 അതിന്റെ പാർഷ്യൽ ഓർഡർ എന്താണ്? y എന്ന് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഓൾറെഡി എക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 1 എന്നുള്ള വാല്യൂ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 = 2 എന്ന് പറഞ്ഞാൽ 2 ആണ് ഇൻറ്റു 2y. 2ഉം ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് കിട്ടുക 2y എന്ത് എന്നാ കിട്ടുക? 1 എന്നാണ് കിട്ടുക. ഉറപ്പായിട്ടും എന്തെങ്കിലും റേസ് ടു സംതിങ് 1 വരണമെങ്കിൽ ദാറ്റ് y ഷുഡ് ബി എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ x = 1, y = 0. ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇൻ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ concentration of reactant decreases from 800 mole per liter to 50 mole per liter in 2 into 10⁴ second. Rate constant in second inverse. നിങ്ങൾ ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് പോസ് ചെയ്യുക. നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കുക, ഇന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. Concentration of reactant decreases from 800 mole per liter
to 50 mole per liter in 2 into 10 raised to 4 second. Rate constant in second inverse. Equation എന്താണ് നമ്മുടെ ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ? K into T is equal to അല്ലെ, KT is equal to 2.303 log R0 by R. ഓരോ ടേമുകളും കൃത്യമായിട്ട് പഠിക്കുക. K is rate constant, T is time, R0 is initial concentration of reactant, R is concentration of reactant at time T. ഓക്കെ, ടി സമയത്ത് എന്താണോ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഉള്ളത് അതിനെയാണ് നമ്മൾ ആർ എന്ന് വിളിക്കുക. ബാക്കി ഉള്ളത് റെഡി. അപ്പൊ പറ, എന്താണ് ചോദിച്ചത്? റേറ്റ് കോൺസ്റ്റന്റ് കെ ആണ് ചോദിച്ചത്, സെക്കൻഡ് ഇൻവേഴ്സിലാണ് ചോദിച്ചത്. അപ്പൊ നമ്മളുടെ ടൈമും സെക്കൻഡിലായിരിക്കണം, സെക്കൻഡിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇത് സോൾവ് ചെയ്താൽ മതി. സോ കെ ഈസ് ഈക്വൽ ടു 2.303. ടി താഴേക്ക് പോകുമ്പോൾ എന്താണ് ടി തന്നത്? 2 into 10 raised to 4 into log. അപ്പൊ നോക്കൂ, റിയാക്ടന്റ് ഡിക്രീസസ് ഫ്രം 800. അപ്പൊ R0 ആണ് 800 to 50. ഇപ്പൊ ഉള്ളതാണ് എന്ത്? 50. ഓക്കെ, 800 by എന്ത് എന്ന് വന്നു? 50 എന്ന് വന്നു. ഇത് നമുക്ക് കട്ട് ചെയ്യാം. 80 by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരിക? 1 ടൈം പോയി, ബാക്കി 3 വന്നു, 30 16 എന്ന് വന്നു. ലോഗ് 16 എന്ന് വന്നിട്ടുണ്ട്. ശരി, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുക. 2.303 by 2 into 10 raised to 4 into log 16 എന്ന് പറഞ്ഞാൽ എന്താണ്? log 16 is log 4 square. log 4 square നമുക്ക് എന്ത് എന്ന് എഴുതാം? 2 log 4 എന്ന് എഴുതാം. റൈറ്റ്. അടുത്തത് 2.303 by ഈ 2ഉം ഈ 2 ഒക്കെ അങ്ങ് പോയില്ലേ, 10 raised to 4 ഇങ്ങോട്ടേക്ക് വന്നു. ഇനി log 2 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അപ്പൊ log 4 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ ആണ്. എന്താ വരുന്നത്? 0.6 ആണ് വരുന്നത്. അപ്പൊ 2.3 into 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരിക? 2.323 into 6 നോക്കുക. 6 3 18, 6 2 12 1 13. 2 ഡെസിമൽ ആണുള്ളത്. അപ്പൊ എന്ത് വന്നു? 1.38 എന്ന് വന്നു. ആ 10 raised to 4 മേലേക്ക് പോകുമ്പോൾ എന്ത് വരും? 10 raised to -4 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. സോ അവർ ആൻസർ ഈസ് ഏതാണ് വരിക? ഓപ്ഷൻ 1 ആണ് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുക. എളുപ്പല്ലേ? റൈറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഇതൊക്കെ റിവൈസ് ആവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പൊ നോക്കൂ, ഈ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2NO plus H2 gives N2 plus 2H2. ഇതാണ് മെയിൻ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന മെക്കാനിസം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓർഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അതിന്റെ ഒരു ഇക്വേഷൻ, റേറ്റ് ലോ ഇക്വേഷൻ ആദ്യം എഴുതാം. എൻ്റെ റേറ്റ് ലോ ഇക്വേഷനിൽ ആരൊക്കെയാണ് വരേണ്ടത് എന്നുള്ള ബോധ്യം എനിക്ക് വേണം. അതിനാണ് ഞാൻ ആദ്യം തന്നെ എഴുതുന്നത്. അപ്പൊ നോക്കാം, ഈ ഒരു ആദ്യത്തെ ഈ മെയിൻ ഇക്വേഷനിൽ നിന്ന് R is equal to K into ആരൊക്കെയാണ് ഈ പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റുകൾ ആരൊക്കെയാണ്? NO ഉണ്ട്, NO യുടേത് X എന്ന് കൊടുക്കാം, H2ന്റെ ഓർഡർ എന്ത് എന്ന് കൊടുക്കാം? Y എന്ന് കൊടുക്കാം. നമുക്ക് കിട്ടുന്നത് X plus Y ആണ്. ചോദിച്ച ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചോദിച്ചത് X plus Y ആണ് ചോദിച്ചിട്ടുള്ളത്. റെഡി. റിയാക്ഷൻ പ്രൊസീഡ് ത്രൂ ദ ഫോളോയിങ് മെക്കാനിസം. യെസ്, 3 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ദാറ്റ് ഈസ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ നോക്കിയിട്ട് പറ, ഇതല്ലേ സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്? അതെ. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതാം, റേറ്റ് ലോ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ആരാണ് വന്നത്? N2O2. നമുക്കറിയാം, ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞിരുന്നു, ഈച്ച് എലമെന്ററി സ്റ്റെപ്പ് അല്ലെ, അതിന് മോളിക്കുലാരിറ്റി ഉണ്ട്. അവിടെയുള്ള മോളിക്കുലാരിറ്റി ഓർഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്ലോ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് റേറ്റ് ലോ എഴുതുമ്പോൾ നമുക്ക് കിട്ടുക K ഇൻറ്റു N2O2 റേസ് ടു അതിന്റെ കോഎഫിഷ്യന്റ് 1 ഇൻറ്റു H2 റേസ് ടു അതിന്റെ കോഎഫിഷ്യന്റ് 1 എന്ന് പറയും. ഇവിടെ നിന്ന് നിങ്ങൾ ഓടിപ്പോയി 1 + 1 2 എന്നുള്ള ആൻസർ മാർക്ക് ചെയ്യാൻ അവിടെ 2 ഇല്ല. ഇനി ഉണ്ടെങ്കിലും നിങ്ങൾ അത് എന്ത് ചെയ്യരുത്? മാർക്ക് ചെയ്യരുത്. തെറ്റിലേക്കാണ് പോണത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N2O2 എന്ന് പറയുന്ന ആൾ നമ്മൾ ഡിഫൈൻ ചെയ്ത റേറ്റ് ലോ ഇക്വേഷനിൽ ഇല്ല. ബിക്കോസ് N2O2 നമ്മളുടെ റിയാക്ടന്റ് അല്ല. N2O2 എന്ന് പറയുന്ന ആൾ വന്നിട്ട് പോകുന്ന ആളാണ്. അവരെ നമ്മൾ ഇന്റർമീഡിയറ്റ് എന്നാണ് വിളിക്കുക. മെക്കാനിസത്തിൽ വന്നു പോകുന്ന ആളാണ്. ഇറ്റ് ഈസ് ഇന്റർമീഡിയറ്റ്. ഇന്റർമീഡിയറ്റ് എന്തിലുണ്ടാവരുത്? നമ്മളുടെ റേറ്റ് ലോ ഇക്വേഷനിൽ വരരുത്. റേറ്റ് ലോ ഇക്വേഷനിൽ വരേണ്ടത് ആരാണ്? റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ N2O2 പകരം നോക്കൂ, H2 ഓൾറെഡി വന്നു. ഇനി N2O2 പകരം വരാൻ സാധ്യതയുള്ളത് ആരാണ്? NO. അപ്പൊ നിങ്ങൾ N2O2ഉം NOയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കുക. യെസ്, ഏതാണ് ആ ഇക്വേഷൻ? ഇക്വേഷൻ 1 ആണ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇനി സ്റ്റെപ്പ് 1 ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അവിടെ നിന്ന് ഇക്വിലിബ്രിയത്തിലാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് കെ ഇക്വിലിബ്രിയം ഡിഫൈൻ ചെയ്യാം. എന്താണ് ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് 1ൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരിക? കോൺസെൻട്രേഷൻ ഓഫ് N2O2 റേസ് ടു 1 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NO സ്ക്വയർ എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതിന് ഞാൻ ഫസ്റ്റ് ഇക്വേഷന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ 1 എന്ന് കൊടുത്തു, ഇതിനെ 2 എന്ന് കൊടുത്തു, ഇതിനെ 3 എന്ന് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഈ N2O2 പകരമാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് N2O2 കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു കെ ഇക്വിലിബ്രിയം ഇൻറ്റു എന്ത് എന്ന് കൊടുക്കാം? NO സ്ക്വയർ എന്ന് കൊടുക്കാം. ഇത് ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ 4നെ ഞാൻ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഈ N2O2 വാല്യൂവിനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക എന്ന് നിങ്ങളൊന്ന് പറയാം. അപ്പൊ എന്താണ് വരിക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയാ. റൈറ്റ്. അപ്പൊ നമുക്ക് കിട്ടുക, ഞാൻ ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു N2O2 പകരം നമ്മൾ എന്ത് കൊടുക്കണം? കെ ഇക്വിലിബ്രിയം ഇൻറ്റു NO സ്ക്വയർ ഇൻറ്റു എന്ത് എന്ന് വരും? H2 റേസ് ടു 1. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇത് മറ്റൊരു കോൺസ്റ്റന്റ് ആണ്. ഇത് രണ്ടിനെയും കൂടി നമുക്ക് കെ ഇൻറ്റു കെ ഇക്വിലിബ്രിയം, 2 ഒരു കോൺസ്റ്റന്റ് ആണ്, 3 ഒരു കോൺസ്റ്റന്റ് ആണ്, 2 × 3 6 മറ്റൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഇതിന് ഞാൻ പുതിയൊരു കോൺസ്റ്റന്റ് കെ ഡാഷ് എന്ന് വിളിക്കുന്നു. കെ ഇൻറ്റു കെ ഇക്വിലിബ്രിയത്തെയാണ് ഞാൻ എന്ത് എന്ന് വിളിച്ചിട്ടുള്ളത്? പുതിയ കോൺസ്റ്റന്റ് കെ ഡാഷ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? NO റേസ് ടു 2 ഇൻറ്റു H2 റേസ് ടു 1. ഇനി നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ ഇക്വേഷനെ, അതായത് ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഈ ഇക്വേഷനെ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ 1ഉമായിട്ട് താരതമ്യം ചെയ്യുക. നോക്കൂ, റേറ്റ് കെ അല്ലെ, റേറ്റ് കോൺസ്റ്റന്റ് കെ ഉണ്ട്, NO സ്ക്വയർ NO വന്നിട്ടുണ്ട്, H2 വന്നിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. NOയും H2വുമാണ് നമ്മളുടെ എന്ത് വന്നിട്ടുള്ളത്? റിയാക്ടന്റുകൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പറയാം എന്താണ് ടോട്ടൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർഡർ എത്ര വരിക? 2 + 1. 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 3 ആണ്. ഓപ്ഷൻ 4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരം ചോദ്യങ്ങളൊക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ചോദ്യം, ഫോർ എ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് K1 at 300 Kelvin and K2 at 280 Kelvin. If the rate of reaction doubles for every 10K rise in temperature, അവര് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് തന്നിട്ടുള്ളത്. Then the relation between K1 and K2. അപ്പോൾ നമുക്കറിയാം ഇൻക്രീസ് ഇൻ റേറ്റ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇൻക്രീസ് ഇൻ റേറ്റ് എങ്ങനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വെച്ചിട്ടുള്ളത് എന്ന് അല്ലെ. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം ഇതാണ്. ഇൻക്രീസ് ഇൻ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റേസ് ടു T2 - T1/10. ഇതാണ് ഇൻക്രീസ് ഇൻ റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇനി നമ്മൾ ലെഫ്റ്റിൽ എഴുതുന്നത് ഇനീഷ്യൽ റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ പറ K2 ആണോ K1 ആണോ ഇനീഷ്യൽ റേറ്റ് കോൺസ്റ്റന്റ്? 300 Kelvin അല്ലേ ഹയർ ടെമ്പറേച്ചർ, 280 അല്ലേ ലോവർ ടെമ്പറേച്ചർ, 280 നിന്നല്ലേ കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പൊ ലോവർ ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും അല്ലെ, അല്ല സോറി, ഇൻക്രീസ് ഇൻ റേറ്റ് അല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം എത്രത്തോളം റേറ്റ് ഇൻക്രീസ് ആയി എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അതായത് പുതിയ റേറ്റ് ആണ് നമുക്ക് അറിയേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ പറ K1 ആണോ K2 ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഓഫ് കോഴ്സ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? K1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? പുതിയ റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഇവിടെ എത്ര? 2 ആണ്. എങ്ങനെ മനസ്സിലായി? റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ ഫോർ 10K റൈസ് 2 റൈസ് ടു T2 - T1 എത്രയാ? T2 300 - 280 ബൈ എന്ത് എന്ന് വരും? 10 എന്ന് വരും. ശരിയല്ലേ? ഇൻറ്റു എന്ത് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും? K2 എന്ന് കൊടുക്കാൻ പറ്റും. K2 ആയിരുന്നല്ലോ 280 കെൽവിനിലുള്ള ടെമ്പറേച്ചർ റേറ്റ് കോൺസ്റ്റന്റ്. സോ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ? 300 - 280 20/10 2 എന്ന് വരും ഇൻറ്റു K2 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് K1 എന്ത് എന്ന് കിട്ടും നമുക്ക്? 4K2 എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ വരും. സോ റൈറ്റ് ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ 2 ആണ് നമ്മളുടെ റൈറ്റ് ഓപ്ഷൻ വരിക. അപ്പൊ ഇൻക്രീസ് ഇൻ റേറ്റ് ഇവിടെ നമ്മൾ എന്ത് എഴുതണം? എത്രത്തോളം നമ്മളുടെ റേറ്റ് ഡബിൾ ആയി അല്ലെ. പുതിയ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ വരിക? 300 Kelvin ഉള്ളത്. അത് നമ്മൾ K1 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് 2² 4 ടൈംസ് ഓഫ് ഇനീഷ്യൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഇനീഷ്യൽ റേറ്റ് കോൺസ്റ്റന്റ് എന്താവുന്നത്? K2 ആണ് വന്നിട്ടുള്ളത്. എങ്ങനെ മനസ്സിലായി? ടെമ്പറേച്ചർ നോക്കണം.
ഓക്കെ, ചെറിയ ടെമ്പറേച്ചറിലുള്ളത് നോക്കണം, ചെറിയ ടെമ്പറേച്ചറിലുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കണം, വലിയ ടെമ്പറേച്ചറിലുള്ളത് ഇപ്പുറത്ത് കൊടുക്കണം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. In a reaction, A plus B gives product. Rate increases by a factor 9 when concentration of B is tripled. And rate increases by factor 16 when concentration of both A and B are double. Rate ലോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിത് വളരെ നിസ്സാരമായിട്ടല്ലേ, നിസ്സാരമായിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്താക്കരുത്, നമ്മൾ തെറ്റിക്കരുത്. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. സോ ഈ റിയാക്ഷന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ ഞാൻ എഴുതുകയാണ്. K ഇൻറ്റു A റൈസ് ടു എക്സ് ഇൻറ്റു B റൈസ് ടു Y എന്ന് കൊടുത്തു. അപ്പൊ എക്സും വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ഓരോ ഫ്രേസിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എടുത്തെഴുതാം. റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ 9. അപ്പൊ ഞാൻ റേറ്റിന് പകരം 9 എന്ന് കൊടുത്തു. വെൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ട്രിപ്പിൾഡ്. ആ ഫ്രേസ് അവിടെ അവസാനിച്ചു. അപ്പൊ ബി ട്രിപ്പിൾ ആക്കിയപ്പം റേറ്റ് എത്രയായി, 9 ആയി എന്നാ പറയുന്നത്. അപ്പൊ എ കുറിച്ച് അവരൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫ്രേസുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുമ്പം എ കുറിച്ച് ഒന്നും എഴുതണ്ട, ബി കുറിച്ചല്ലേ അവർ പറഞ്ഞത്. ബി ട്രിപ്പിൾ ആയി, അതിന് പകരം 3 എന്ന് കൊടുക്കുക, അതിന്റെ പവർ കൊടുക്കുക y. അപ്പൊ പറഞ്ഞോ y എന്ത് എന്ന് നമുക്ക് കിട്ടി, 3 റൈസ് ടു y 9 ആകണമെങ്കിൽ y എന്താകണം, 2 ആകണം. 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. ഓക്കെ, അപ്പം y 2 ആവണം. അപ്പൊ ബിയുടെ പവർ എന്താകണം, 2 ആകണം. ബിയുടെ പവർ 2 അല്ലാത്ത ഓപ്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. 50-50. നെക്സ്റ്റ്, റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ 16. അപ്പൊ ഞാൻ റേറ്റിന് പകരം 16 എന്ന് കൊടുത്തു. വെൻ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾ. ഇപ്പൊ എയും ഡബിൾ ആവുന്നുണ്ട്, ബിയും ഡബിൾ ആവുന്നുണ്ട്. അപ്പൊ എക്ക് പകരം ഞാൻ 2 കൊടുത്തു, റേസ് ടു കൊടുത്തു എക്സ്. ബിക്ക് പകരം 2 കൊടുത്തു, റേസ് ടു കൊടുത്തു വൈ. അപ്പൊ പറഞ്ഞോ 16 is equal to 2 raised to x into y എന്താണ്, 2 ആണ്. അപ്പൊ 2 സ്ക്വയർ അല്ലേ വരിക, അതെന്ത് വരും, 4 വരും. കട്ട് ചെയ്യാം, 4ഉം 16ഉം 4 ടൈം പോയി, വിച്ച് ഇംപ്ലൈസ് 2 raised to x is equal to എന്ത് എന്ന് കിട്ടി, 4 എന്ന് കിട്ടി. അപ്പൊ x എന്താകണം, 2 ആകണം. ശരിയല്ലേ? അപ്പൊ എക്സും 2 വൈയും 2. ആൻസർ ഓപ്ഷൻ 4. ഒരു മിനിറ്റ് എടുത്തോ ഇത് സോൾവ് ചെയ്യാൻ? ഇല്ലല്ലോ. യെസ്. അപ്പൊ ഇതൊക്കെ ഷോർട്ട് കട്ടുകളാണ്. നമുക്ക് എല്ലായ്പ്പോഴും ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഓക്കെ, അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡയറക്റ്റ് മെത്തേഡിലൂടെ തന്നെ പോകേണ്ടി വരും. നമ്മൾ കൃത്യമായിട്ട് ഇക്വേഷൻ എഴുതിയിട്ട് അത് ഡിവൈഡ് ഒക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോഴൊക്കെ. അത് പക്ഷെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കരുത്, കാരണം നമ്മളുടെ സമയം എന്തായി പോവും, നഷ്ടമായി പോവും. അപ്പൊ ഏറ്റവും എന്താണ്, നമ്മൾ ഈസി മെത്തേഡും പഠിച്ചു വെക്കണം, ഷോർട്ട് കട്ട് മെത്തേഡും പഠിച്ചു വെക്കണം, ഡയറക്റ്റ് മെത്തേഡും പഠിച്ചു വെക്കണം. എന്താണ് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ മക്കൾ അത് ശ്രദ്ധിക്കുക. റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫോർ ദ ഇക്വിലിബ്രിയം എ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ബി, ഈ ഒരു റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ റിയാക്ഷന്റെ എന്ത് തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. എത്രയാ തന്നത്, -42 എന്നാ തന്നത്. ഓക്കെ, ഈ ചോദ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. If the ratio of activation energy of forward and backward reaction is 2/3, right? അപ്പൊ നോക്കൂ, റേഷ്യോ ഓഫ് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ 2/3 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് EAF എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ഫോർവേഡ് ആൻഡ് EAB ദാറ്റ് ഈസ് ആക്ടിവേഷൻ എനർജി ബാക്ക്വേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്യാം. എങ്ങനെയാണ് നമ്മളിത് ചെയ്യാം, നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ആലോചിക്കുക. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. അപ്പൊ നോക്കൂ, ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് ഡെൽറ്റ എച്ച് തന്നിരിക്കുന്നത് എന്തായിട്ടാണ്, നെഗറ്റീവ് ആണ്. അങ്ങനെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ യെസ്, നിങ്ങൾ പറയുന്നുണ്ട് അത് എന്താണ് എന്നാ പറയുന്നത്, ദാറ്റ് ഈസ് എക്സോതെർമിക് ആണ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? സോ ഞാൻ y ആക്സിസിൽ എന്ത് കൊടുത്തു, എനർജി എന്ന് കൊടുത്തു. എക്സ് ആക്സിസിൽ എന്ത് കൊടുത്തു, പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ കൊടുത്തു. അപ്പൊ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആകുന്നു, ഇതേ കിടക്കുന്നു. റിയാക്ടന്റ് എന്തായി മാറി, പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഇത് എക്സോതെർമിക് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി, നെഗറ്റീവ് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് പറയണം, സാർ എനർജി ഓഫ് പ്രൊഡക്റ്റ് ലെസ് ദാൻ എനർജി ഓഫ് റിയാക്ടന്റ് ആണ്. അതെ, എനർജി ഓഫ് പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളൂ, എനർജി ഓഫ് റിയാക്ടന്റ് ഇത്രയുണ്ട്. ഇതല്ലേ എക്സോതെർമിക്കിന്റെ ഇത് വരിക. ഇനി എൻഡോതെർമിക് ആണെങ്കിലോ, എനർജി ഓഫ് പ്രൊഡക്റ്റ് കൂടുതൽ വരും, എനർജി ഓഫ് റിയാക്ടന്റ് താഴെ വരും. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും, അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും. റിയാക്ടന്റിന്റെ എനർജി കുറവ്, പ്രൊഡക്റ്റിന്റെ എനർജി എന്ത് എന്ന് വരും, കൂടുതലൊന്നും വരും. അപ്പൊ ഇവിടെ എനിക്ക് ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂവിൽ നിന്നാണ് അത് മനസ്സിലായി, ആ സൈനിൽ നിന്നാണ് മനസ്സിലായി. മൈനസ് എന്ന് പറയുമ്പോൾ അത് എക്സോതെർമിക് ആണ്, ഞാൻ വരച്ചു വെച്ചു. ഇനി നിങ്ങൾ പറയാം എന്താണ് അവർ ചോദിച്ചത്, അല്ലെങ്കിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് എഴുതാം. എ ഇക്വിലിബ്രിയം വിത്ത് ബി അല്ലെങ്കിൽ എ റിവേഴ്സിബിൾ വിത്ത് ബിയുടെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ മുന്നിലേക്ക് പോകുമ്പോഴുള്ള ഡെൽറ്റ എച്ച് ആണ് തന്നിട്ടുള്ളത്. അതായത് സോറി, ഡെൽറ്റ എച്ച് അല്ലേ തന്നിട്ടുള്ളത്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, അതാ ഈ ഗ്യാപ്പാണ് തന്നിട്ടുള്ളത്.
റിയാക്ടന്റ് പ്രൊഡക്റ്റ് എനർജി ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. അത് ഞാൻ ഗ്രാഫിൽ എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. എത്രയാണത്? 42. എന്തുകൊണ്ട് ഇവിടെ -42 എന്ന് പറയുന്നത്? ചെറിയ വാല്യൂ ഓഫ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് വലിയ വാല്യൂ ഓഫ് എനർജി ഓഫ് റിയാക്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന രീതിയിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? -42 എന്ന് കൊടുക്കണം. ഗ്രാഫിൽ ഞാൻ എഴുതുമ്പോൾ ആ വാല്യൂ സിംപ്ലി എന്ത് എഴുതി? മാഗ്നിറ്റ്യൂഡ് എഴുതി വെച്ചു. ഇനി നിങ്ങൾ പറഞ്ഞോ, ഇതെന്താ വരിക? ഇത് റിയാക്ടന്റിന് ഇന്റർമീഡിയറ്റിലേക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ആ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയെ വിളിക്കുക, അല്ലെങ്കിൽ അഡീഷണൽ എനർജി റിക്വയർഡ്, അതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുക. ഇത് ഫോർവേഡിലേക്കുള്ള ആക്ടിവേഷൻ എനർജിയാണ്. ഇനി പ്രൊഡക്റ്റിന് തിരിച്ച് റിയാക്ടന്റിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഈ ആക്ടിവേഷൻ എനർജി ബാരിയർ ക്രോസ് ചെയ്തിട്ട് വേണം എങ്ങോട്ടേക്ക് എത്താൻ? റിയാക്ടന്റിലേക്ക് എത്താൻ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ വാല്യൂ ആണ് ആക്ടിവേഷൻ എനർജി എന്ത് എന്ന് പറയാൻ പറ്റും? ബാക്ക്വേർഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഇവർ തന്ന കാര്യങ്ങൾ റേഷ്യോ ഓഫ് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എന്ന് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. അതായത് EAF by EAB ഇതല്ലേ തന്നത്? ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡിന്റെ ആക്ടിവേഷൻ എനർജിയുടെ റേഷ്യോ എത്രയാണ് തന്നിട്ടുള്ളത്? 2/3 എന്നാണ് തന്നിട്ടുള്ളത്. റെഡി, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയൂ. അതായത് ഈ 42 എന്നുള്ള ഈ വാല്യൂ എനിക്ക് പറഞ്ഞൂടെ? ബാക്ക്വേർഡ് ആക്ടിവേഷൻ എനർജിയിൽ നിന്ന് ഫോർവേഡ് ആക്ടിവേഷൻ എനർജി കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ 42 എന്ന് എനിക്ക് പറയാം. ശരിയല്ലേ? അതായത് ഈ വാല്യൂവിൽ നിന്ന് ഈ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഇത്ര പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന വാല്യൂ അല്ലേ ഈ 42? അതെ, അതെന്താണ്? ബാക്ക്വേർഡ് എനർജി ഓഫ് ആക്ടിവേഷൻ മൈനസ് ഫോർവേഡ് എനർജി ഓഫ് ആക്ടിവേഷൻ. അപ്പൊ അതും കൂടി ഞാൻ ഇവിടെ എഴുതും. സോ EA ബാക്ക്വേർഡ് മൈനസ് EA ഫോർവേഡ് അത് എത്രയാണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും? 42 ആണ് എന്ന് എഴുതാൻ പറ്റും. സിംപ്ലി 42 ആണെന്ന് എഴുതാൻ പറ്റും. ഇനി EA ബാക്ക്വേർഡ് ഞാൻ എഴുതി മൈനസ് EA ഫോർവേഡിനെ നമുക്ക് ഇവിടെ നിന്ന് എഴുതാമല്ലോ. EA ഫോർവേഡ് എന്താണെന്ന് എഴുതാൻ നമുക്ക് 2/3 ഇൻറ്റു EA ബാക്ക്വേർഡ് എന്ന് എഴുതിക്കൂടെ? അത് ഞാൻ ഇവിടെ കൊടുത്തു. 2/3 ഇൻറ്റു EA ബാക്ക്വേർഡ് എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 42 എന്ന് വന്നു. സോൾവ് ചെയ്യാം, മാത്തമാറ്റിക്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇത് 3EAB മൈനസ് 2EAB ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്നല്ലേ വരിക? അപ്പൊ എന്താ വരിക? ദാറ്റ് ഈസ് EAB by 3 is equal to എന്ത് എന്ന് വരും? 42 എന്ന് വരും. ദാറ്റ് ഈസ് ആക്ടിവേഷൻ എനർജി ബാക്ക്വേർഡ് എത്രയാ വരിക? 42 ഇൻറ്റു 3. അപ്പൊ എത്രയാ വരിക? 40 ഇൻറ്റു 3 120, 2 ഇൻറ്റു 3 6. അപ്പൊ എത്ര വരും? 126 എന്നുള്ള വാല്യൂയിലേക്ക് എത്തും. എന്ത്? EAB 126. ഭാഗ്യവശാല് 126 EAB വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 1 മാർക്ക് ചെയ്യാം. മനസ്സിലായോ? ഇനി സപ്പോസ് ഇവിടെ EAB 126 വരുന്ന ഒന്നിലധികം ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന EABയുടെ ഈ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? either ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല, കാരണം 126 EAB വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത് അവർ തന്ന ഒരു റിലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. പ്ലസ് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ആക്ടിവേഷൻ എനർജി ബാക്ക്വേർഡ് മൈനസ് ആക്ടിവേഷൻ എനർജി ഫോർവേഡ് ആണ് ഇവിടെ 42 എന്ന് വന്നിട്ടുള്ളതെന്നും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഗ്രാഫിൽ ആ വാല്യൂ എഴുതുമ്പോൾ നമ്മൾ എഴുതണ്ട, എന്ത് എഴുതണ്ട? നെഗറ്റീവ് എന്നൊന്നും എഴുതണ്ട. നെഗറ്റീവ് നമ്മൾ ഡെൽറ്റ എച്ചിനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതും ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫോളോയിങ് റിസൾട്ട് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ഡ്യൂറിങ് കൈനറ്റിക് സ്റ്റഡി ഓഫ് ദ reaction 2A plus B gives C plus D. What is rate law? അപ്പൊ നമുക്ക് ഒരു ഇമാജിനറി റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാം. എങ്ങനെ? R is equal to K into റിയാക്ടന്റ് ആര? A ഉണ്ട്, Aയുടെ പവർ X കൊടുക്കാം, B ഉണ്ട്, Bയുടെ പവർ Y കൊടുക്കാം. Xഉം Yയും കിട്ടിയാൽ ആൻസർ ആയി. ഓക്കെ, റെഡി. ഇനി നിങ്ങൾ നോക്കാം, ഞാൻ ഇതിനെ എക്സ്പെരിമെന്റുകളുടെ എണ്ണത്തിൽ എഴുതുകയാണ്. 1 2 3 4 എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. അപ്പോൾ ഇത്തരം ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരാളെ കോൺസ്റ്റന്റ് ആക്കി വെച്ച ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം, അത് കമ്പയർ ചെയ്യാനായിരിക്കും എളുപ്പം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് രണ്ട് ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? K ക്യാൻസൽ ആവാൻ വേണ്ടി ഡിവൈഡ് ചെയ്തിട്ട് ആ രീതിയിൽ പോകേണ്ടി വരും. അപ്പൊ ഇവിടെ ഞാൻ ഇതിപ്പോ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻ മൊളാരിറ്റി, B ഇൻ മൊളാരിറ്റി, ദിസ് ഈസ് ഇനീഷ്യൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് C, അതായത് റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ ആദ്യം 2ഉം 3യുമാണ് എടുക്കാൻ പോകുന്നത്. എന്തിനാണ് ഞാൻ 2ഉം 3യും എടുത്തത്? നിങ്ങൾ പറ, എന്തുകൊണ്ട് ഞാൻ 2 and 3 കൺസിഡർ ചെയ്യുന്നു?
2 and 3 കൺസിഡർ ചെയ്താൽ എനിക്കുള്ള ഗുണം അവിടെ ആര് കോൺസ്റ്റന്റ് ആണ്? എ കോൺസ്റ്റന്റ് ആണ് അല്ലെ? 2 and 3ൽ ആര് കോൺസ്റ്റന്റ് ആണ്? എ ഒരു കോൺസ്റ്റന്റ് ആണ്. അവിടെ ബി എന്താവുന്നുണ്ട്? ബി 0.2 എന്നുള്ളത് 0.4 ആവുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡബിൾ ആയി അല്ലെ? കോൺസെൻട്രേഷൻ ഓഫ് ബി ഡബിൾ ആയി. അങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് ബി മാത്രം ഡബിൾ ആയപ്പോ എന്താണ് റേറ്റിന് സംഭവിച്ചത്? 7.2 into 10⁻²? എന്തായി മാറി? 2.88 into 10⁻1 ആയി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് 4 ടൈം ആയി മാറി എന്നർത്ഥം. അതെങ്ങനെയാ സാർ അത് 4 ടൈം ആവുക? നിങ്ങൾ നോക്കി നോക്കൂ. 7.2 into 10⁻² into 4 എത്രയാ വരിക? 7.2 into 4 എന്താ വരിക? 28.8 into 10⁻² എന്ന് വരും. ഞാനിത് 2 പോയിന്റിലേക്ക് എഴുതുമ്പോൾ ഞാൻ ഡിവൈഡ് ബൈ 10 എഴുതണം. അപ്പൊ ഞാൻ മൾട്ടിപ്ലൈ ബൈ 10 വരുമ്പോൾ 2.88 into 10⁻1 ആയി. അതല്ലേ അത്? റൈറ്റ്. അപ്പൊ നിങ്ങൾ പറ, കോൺസെൻട്രേഷൻ ഓഫ് ബി ഡബിൾ ആയപ്പോ റേറ്റ് എത്ര മടങ്ങ് കൂടി? 4 ടൈം കൂടി. അപ്പൊ നോക്കൂ, ഒരു കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് എത്രയാണോ കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടായത് അതിന്റെ സ്ക്വയറിലാണ് പോയത്. ശരിയല്ലേ? റേറ്റ് ഇൻക്രീസസ് 4 ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ എഴുതാം. 4 is equal to ബി. ബി എന്ന് പറയുമ്പോൾ ഞാൻ ബി എന്തായെന്ന് എനിക്ക് മനസ്സിലായി. ഈ പറയുന്ന ബി ഡബിൾ ആയി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബി ഡബിൾ ആയി. അപ്പൊ ബിക്ക് പകരം 2 കൊടുത്തു. എ കോൺസ്റ്റന്റ് ആണ്, 2 ആയി. അപ്പൊ നമുക്ക് എഴുതാം y is equal to എന്ത് എന്ന് കൊടുക്കാൻ പറ്റും? 2 എന്ന് കൊടുക്കാൻ പറ്റും. 2 അല്ലെ? ഒരു കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടാവുമ്പോൾ ആ ചേഞ്ചിന്റെ സ്ക്വയറിലാണ് റേറ്റ് ചേഞ്ച് ആവുന്നതെങ്കിൽ ഓർഡർ ഈസ് 2. കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ് ട്രിപ്പിൾ, റേറ്റ് ഇൻക്രീസസ് 9 ടൈം. നോക്കൂ, ചേഞ്ച് 3 മടങ്ങ് കൂടി. ഈ 3ന്റെ സ്ക്വയറിലാണ് റേറ്റ് കൂടുന്നതെങ്കിൽ ഓർഡർ 2. ഈ ചേഞ്ചിന്റെ ക്യൂബിലാണ് റേറ്റ് മാറുന്നതെങ്കിൽ ഓർഡർ 3. ഇതേ ചേഞ്ച് ആണ് റേറ്റിന് വരുന്നതെങ്കിൽ ഓർഡർ 1. കോൺസെൻട്രേഷൻ എത്ര ചേഞ്ച് ചെയ്തിട്ടും റേറ്റിന് അനക്കമില്ല എങ്കിൽ 0 ഓർഡർ. അതിനല്ലേ നമ്മൾ 0 ഓർഡർ എന്ന് വിളിക്കുക. റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നൊക്കെ നമ്മൾ പറയും. റൈറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? y2 എന്ന് കിട്ടി. അതായത് ബിയുടെ പവർ എന്ത് എന്ന് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ തന്നെ നമുക്ക് 2ഉം 3ഉം ക്യാൻസൽ ചെയ്യാം. ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഇനി നിങ്ങൾ വരിക ഒന്ന് നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറയാം, ഇനി ബിയെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കണം. ബി കോൺസ്റ്റന്റ് ആകുന്ന എക്സ്പെരിമെന്റ് 1 and 4 ആണ്. അപ്പൊ ഞാൻ അത് എഴുതും. 1 and 4 ഞാൻ വേറെ കളറിൽ എഴുതാം, ബ്ലൂവിൽ എഴുതാം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കളറിൽ എഴുതാം. എക്സ്പെരിമെന്റ് 1 and 4 നിങ്ങൾ കൺസിഡർ ചെയ്യുക. 1 and 4ൽ ബി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ബിയെ കുറിച്ച് നമുക്ക് ആശങ്കയില്ല. പക്ഷേ എ എന്തായിട്ടുണ്ട്? 0.1 0.4 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻക്രീസസ് 4 ടൈം. എ 4 മടങ്ങ് കൂടി. ഇനി റേറ്റിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ നോക്കൂ, 1ൽ നിന്ന് 4ലേക്ക് എത്തിയപ്പം റേറ്റിന് എന്താ സംഭവിച്ചത്? 6 into 10⁻3 2.4 into 10⁻2 ആണായത്. അത് എത്ര മടങ്ങാ കൂടിയത്? 4 ടൈം ആ കൂടിയത്. അർത്ഥത്തെ പോലെ തന്നെ 24 into 10⁻3 ആയിരുന്നു. അതിനെ 2.4 into 10⁻2 എന്നുള്ള രീതിയിലേക്ക് ആക്കി. അപ്പോ എന്തായി? എ 4 മടങ്ങായപ്പം റേറ്റും എന്ത് തന്നെയായി എന്ന് മനസ്സിലായി. റേറ്റ് ഓൾസോ ഇൻക്രീസസ് 4 ടൈം. ഇത് ഏത് ഓർഡറാ? കോൺസെൻട്രേഷന്റെ ചേഞ്ചിന്റെ അതേ ചേഞ്ചിൽ റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? ഇനി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എക്ക് പകരം എ 4 ടൈം കൂടി, അപ്പം 4⁻2 x is equal to റേറ്റും 4 ടൈം കൂടി, അപ്പൊ 4 എന്ന് കൊടുക്കുക. അപ്പൊ x is equal to എന്ത് എന്ന് വരും? 1 എന്ന് വരും. ഓർഡർ 1 ആണ്. അപ്പം x equal to 1, y equal to 2. അതായത് a⁻1 വരും, b⁻2 എന്തും വരും? 2ഉം വരും. a⁻1 b⁻2. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 1 ആണ് വരും. ഓക്കെ, ഓപ്ഷൻ 1 ആണ് വരുന്നത്. അടുത്തൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഫോർ ആൻ എലമെന്ററി റിയാക്ഷൻ x gives y plus z. The half-life period is 10 minutes. In what period of time would the concentration of x be reduced to 10% of original concentration? ശരി. അപ്പൊ ഇത് ഏത് ഓർഡർ ആണ് എന്ന് നമുക്ക് തന്നിട്ടില്ല, ഡയറക്ട്ലി തന്നിട്ടില്ല. പക്ഷെ അവർ അതിന്റെ ഹിന്റ് തന്നിട്ടുണ്ട്. എലമെന്ററി റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഒറ്റ റിയാക്ടന്റേ ഉള്ളൂ, അയാളുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ ഇത് ഏത് ഓർഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറയാൻ പറ്റും. ദിസ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഹാഫ് ലൈഫ് പീരീഡ് തന്നിട്ടുണ്ട്. എന്ത്? ടി ഹാഫ് 10 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 10 മിനിറ്റ്. ഇൻ വാട്ട് പീരീഡ് ഓഫ് ടൈം, എത്ര സമയം എടുത്താലാണ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ബി റെഡ്യൂസ് ടു 10% ഓഫ് ഒറിജിനൽ കോൺസെൻട്രേഷൻ? അതായത് എത്ര സമയം എടുത്താലാണ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ 10%ത്തിലേക്ക് എത്തുക? അപ്പൊ ഇനീഷ്യലി റിയാക്ടന്റ് കോൺസെൻട്രേഷൻ 100 ഉണ്ടായിരുന്നു.
ഇപ്പോൾ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എത്രയിലേക്ക് എത്തണം എന്നാ പറയുന്നത്? റെഡ്യൂസ്ഡ് ടു 10%, 10ലേക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തീർന്നു എന്ന അർത്ഥം? പറ. 100ൽ നിന്ന് 10ലേക്ക് എത്താൻ എടുത്ത സമയമാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് ദേ ആർ ആസ്കിങ് അബൌട്ട് T90. 90 തീർന്നു അല്ലെ? 90% തീരാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഓർഡറിൽ T90യും അതുപോലെ തന്നെ ഈ T12ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടോ? ഇപ്പോഴാണ് ആ റിലേഷൻ്റെ ഒക്കെ ഒരു എന്താണ് ഉപയോഗം നമുക്ക് മനസ്സിലാവുക. T90 എത്രയാ വരിക? 3.3 എന്ത് എന്ന് വരും? T12 എന്ന് വരും. സോ സിംപ്ലി 3.3 into T12 തന്നിട്ടുണ്ട് 10 മിനിറ്റ്. സോ ആൻസർ എന്താ വരിക? 33 മിനിറ്റ് എന്ന് വരും. ഓപ്ഷൻ 2 ആണ് വരിക. കഴിഞ്ഞു. ഓക്കെ, ഓപ്ഷൻ 2 ആണ് വരിക. അപ്പോൾ ഈ തരത്തിലുള്ള റിലേഷനുകളൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കണം? നിങ്ങൾക്ക് അറിയുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റിലേഷനുകളെ അല്ലെ? ഫസ്റ്റ് ഓർഡറിലെ റിയാക്ഷനിലെ റിലേഷനുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. T75 is equal to എന്ത് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും? 2T12 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, T75 is equal to 2T12 എന്ന് കൊടുക്കാൻ പറ്റും. T87.5 is equal to എന്ത് എന്ന് കൊടുക്കാൻ പറ്റും? 3T12 എന്ന് കൊടുക്കാൻ പറ്റും. 3T12 എന്ന് കൊടുക്കാൻ പറ്റും. ഇനി T93.75 എന്ന് പറയുന്നതിനൊക്കെ നമുക്ക് എന്ത് എന്ന് കൊടുക്കാൻ പറ്റും? 4T12 എന്ന് കൊടുക്കാൻ പറ്റും. ഈ റിലേഷനിന് പുറമെ T90 is equal to 3.3 T12 എന്ന് കൊടുക്കാൻ പറ്റും. T99 is equal to 6.6 T12 എന്നും T99.9നെ 10 T12 എന്നും T99.99നെ 13.2 T12 എന്നും ഒക്കെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ചില റിലേഷനും കൂടി ഇവിടെ നിന്ന് മനസ്സിലാവും. നിങ്ങൾ നോക്കുക, T90യും T99ഉം നോക്കുക. എന്താണ്? 3.3ന്റെ ഡബിൾ അല്ലേ? 6.6. അപ്പൊ എനിക്ക് അടുത്ത റിലേഷൻ ഇപ്പുറത്ത് എഴുതാൻ പറ്റും. എന്താണ് അടുത്ത റിലേഷൻ? നിങ്ങൾ പറഞ്ഞോ. T99 എനിക്ക് കിട്ടണമെങ്കിൽ 2 times of T90 ചെയ്താൽ മതി. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ പറയും T90യും T99.9ഉം നോക്കുമ്പോൾ 3.3 into 3 ആണ് 9.9. അത് അപ്രോക്സിമേറ്റ് ചെയ്താൽ എന്തായി? 10 ആയി. സോ നമുക്ക് പറയാം T99.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 times of T90 എന്ന് പറയാൻ പറ്റും. അതുപോലെ നിങ്ങൾ നോക്കുക, 3.3യും 13.2ഉം തമ്മിലുള്ള എന്താണ് റിലേഷൻ? 3.3യുടെ 4 ടൈം അല്ലേ 13.2 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും T99.99 എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? 4 times of T90 ആണെന്ന് പറയാൻ പറ്റും. കഴിഞ്ഞില്ല. ഇനി ഈ പറയുന്ന T99ഉം T99.99ഉം നോക്കുക. ഇവിടെ 6.6 ആണുള്ളത്, ഇവിടെ 13.2 ആണുള്ളത്. അപ്പം നമുക്ക് പറയാൻ പറ്റും 6.6ന്റെ ഡബിൾ അല്ലേ 13.2? അതെ. അപ്പൊ എനിക്ക് എഴുതാം T99.99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 times of എന്ത് എന്ന് എഴുതാൻ പറ്റും? T99 എന്നൊക്കെ എനിക്ക് എഴുതാൻ പറ്റും. ഇത്തരം റിലേഷനുകളൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്താണ്? വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓർഡറിന്റെ ചില റിലേഷനുകളാണ് ഇത്. ഇതേപോലെ സീറോ ഓർഡറിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില റിലേഷനുകൾ ഉണ്ട്. അത് 1 എന്ന് പറയുന്നത് നമുക്കറിയാം T12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഓർഡറിന്റെ എന്താ വരുന്നത്? R0/2k ആണ്. സീറോ ഓർഡറിന്റെ T100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് R0/k ആണ് വരുന്നത്. അതായത് സീറോ ഓർഡറിൽ T100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 times of എന്താ വരുന്നത്? T12 ആണ് വരുന്നത്. സീറോ ഓർഡർ 100% തീരും. എന്നാൽ ഫസ്റ്റ് ഓർഡർ എന്താണ്? തീരില്ല എന്നാണ് തിയറി പ്രകാരം നമ്മൾ പറയാം. ഇറ്റ് ടേക്ക് ഇൻഫിനിറ്റ് ടൈം ടു കംപ്ലീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഓർഡർ. അതേപോലെ ഇവിടെ T75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ വരിക? 3/2 T12 ആണ് വരിക. ഇത് എവിടെയാണ് എന്ന് ഓർക്കണം? സീറോ ഓർഡർ ആണ്. ഹെഡിങ് നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, ദിസ് ഈസ് ഇൻ സീറോ ഓർഡർ. ഓക്കെ, സീറോ ഓർഡറത്തെ കാര്യം പറഞ്ഞ റിലേഷനുകൾ T100 is equal to T12 ആണ്. T75 എന്ന് പറഞ്ഞാൽ ഇവിടെ 3/2 T12 ആണ്. എന്നാൽ ഫസ്റ്റ് ഓർഡറിൽ T75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 T12 ആണ് വരുന്നത് അല്ലേ? 2 T12. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങളോട് പരീക്ഷയിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ചോദിച്ചതുപോലെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. കെമിക്കൽ കൈനറ്റിക്സിലെ തന്നെ ഇനിയും ഏറെ പ്രധാനപ്പെട്ട ഗ്രാഫിൽ നിന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് ചെയ്യാം.
അപ്പോൾ ഇത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത അല്ലെ, ഏകദേശം 10, 15, 16ഓളം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഒരുപാട് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഒരു റിവിഷൻ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ എന്താണ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അല്ലെ. ചോദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട എക്സാമിനേഷന് പോയിട്ടല്ല, അതിന് മുന്നേ നമ്മൾ മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പരീക്ഷയിൽ ഒരു ചോദ്യം വരുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഈ ചോദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതേണ്ടത് അങ്ങനെയാണ്, ഞാൻ പോകേണ്ട മെത്തേഡ് അവിടെ ഞാൻ ഡിഫൈൻഡ് ആണ്. ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വഴി തന്നെ പോകണം. ഓക്കെ, ഈ വഴിയാണോ പോകേണ്ടത് മറ്റേ വഴിയാണോ പോകേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന എക്സാമിനേഷൻ ഹാളിൽ നിന്നല്ല. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് മറ്റ് ഡിസ്കഷൻ കാണാം. ഈ ചാപ്റ്ററിൽ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, അതുവരെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.